Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. മനസ വാച കർമ്മണയുടെ 13ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാലിക പ്രസക്തിയുള്ള കഴിഞ്ഞ ഞങ്ങളുടെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി കടക്കട്ടെ. എത്രയും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ ഡോക്ടർ ജോൺ പനക്കൽ. നമസ്കാരം സാർ. നമസ്കാരം ഷിനോയി. വളരെ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ. നന്നായിരിക്കുന്നു. എന്താണ് സാറേ വിശേഷം? വിശേഷം എന്താണ്? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ആനന്ദം പരമാനന്ദം എന്ന് പണ്ട് തൊട്ട് ഞാൻ പറയാറില്ലേ. അത് പറയുന്നതിനുള്ള ഒരു മനസ്ഥിതി വേണം, ഒരു പുഷ് വേണം. ആനന്ദം പരമാനന്ദം. ഇന്നത്തെ വിഷയം വാശിയും വൈരാഗ്യവും എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വാശിയും ഏതാണ്ട് ഒരുമാതിരി വൈരാഗ്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്കൊക്കെ. ഈ വാശിയും വൈരാഗ്യവും വെച്ചു പുലർത്തുന്നത് നല്ലതോ, അതിന് തീയതായ വല്ല വശങ്ങളുമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. പോസിറ്റീവ് വാശി എന്നുള്ളത് ഒരു കണക്കിന് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയാം. ഒരു നല്ല വശം. വാശിയെപ്പറ്റി തന്നെ ആദ്യം സംസാരിക്കാം ഷിനോയി. ബഹുമാന്യരായ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുക. ഞാൻ ഈ മിഡിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും, പണ്ടത്തെ കാലത്ത് LP സ്കൂള് ലോവർ പ്രൈമറി, പിന്നെ UP സ്കൂള് അപ്പർ പ്രൈമറി, പിന്നെ ഹൈസ്കൂൾ, അങ്ങനെ 3 തലമായിരുന്നു. അപ്പോൾ ഞാൻ UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് എൻ്റെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്നെ ശരിയായി മർദ്ദിച്ചു. എൻ്റെ തൊടയിൽ ചുവരിൽ വെച്ച് ഒരു 5-6 അടി അടിച്ചു. തുട പൊട്ടി ചോര വരെ വന്നു. ഞാൻ കിടന്ന് നിലവിളിച്ചു. ഞാൻ അങ്ങനെ അടി കൊള്ളുന്ന ഒരു വിദ്യാർത്ഥി അല്ലായിരുന്നു. അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ട് എന്നെ തല്ലിയതാണ്. അവസാനം സത്യം തെളിഞ്ഞപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ തന്നെ എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ജോൺ, തനിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. 2 അടി ഞാൻ കടപ്പെട്ടിരിക്കുക. ഇനിയും താൻ അടി വാങ്ങിക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഞാൻ ഈ 2 അടി തനിക്ക് ഇളച്ചു തരും എന്ന് പറഞ്ഞു. ഞാനത് ധരിച്ചു, മനസ്സിലെടുത്തു. എനിക്ക് വാശിയായിട്ട് ഞാൻ ഈ സാറിൻ്റെ ഇനി അടി വാങ്ങിക്കാതിരിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി ആലോചിച്ചു. ഭംഗിയായിട്ട് പഠിച്ചു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വരുമ്പോഴല്ലേ അടി കിട്ടുന്നത്. ഭംഗിയായി പഠിച്ചു, വാശിയോടെ പഠിച്ച് ഞാൻ അടി വാങ്ങിക്കാതെ 10ാം ക്ലാസ് വരെ പോയി. സത്യം പറയട്ടെ, അദ്ദേഹം 10ാം ക്ലാസ് വരെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ ഈ 5 വർഷം അദ്ദേഹത്തിൽ നിന്ന് അടിക്കുള്ള ഒരു ചാൻസും കൊടുക്കാതെ ഞാൻ പഠിച്ചു പോയെന്നുള്ളതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂളിലെ ടോപ്പറായിട്ട്
കോളേജിലേക്ക് പോകുമ്പോൾ ഈ സാർ എന്നോട് പറഞ്ഞു, ജോണെ നിനക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് എന്നെ കോളേജിലേക്ക് വിട്ടു. ഞാൻ ഗൾഫിലൊക്കെ വന്നിട്ട് അവധിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലും. എടോ 2 അടി കടമുണ്ടല്ലോടോ, അത് വീട്ടാൻ എനിക്ക് പറ്റിയില്ലല്ലോ, തനിക്ക് കടക്കാരനായിട്ട് ഞാൻ കടന്നു പോകേണ്ടി വരുമല്ലോടോ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് ചുംബിച്ചിട്ട്, സാർ അങ്ങനെ ധരിക്കരുത്, എൻ്റെ ഒരു വാശിയായിരുന്നു സാറേ ഇത്, സാറിൻ്റെ നടി വാങ്ങിക്കാതെ ഇരിക്കണമെന്നുള്ളത്. എന്നെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അല്പം വാശി വേണം. വാശി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ചില വീടുകളിൽ നമ്മൾ കയറി ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു നായ ഉണ്ടെന്നുണ്ടെങ്കിൽ കുരയ്ക്കാൻ തുടങ്ങത്തില്ല. ഈ നായയുടെ കുര കാണുമ്പോൾ ഇപ്പോൾ നമ്മളെ തിന്നുമെന്നുള്ളതാണ്. വാശിയോടാണ് കുരയ്ക്കുന്നത്, കാരണം നമ്മളെ കയറ്റരുത്. പക്ഷേ ആ കുര വകവയ്ക്കാതെ അതിനെ തളച്ചിട്ടിരിക്കുക. അത് നമ്മളെ കടിക്കത്തില്ല, നമ്മളെ കണ്ടപ്പോഴേ കുര തുടങ്ങിയതാണ്. അപ്പോൾ ആ കുരയ്ക്കൽ, നായയുടെ കുര നമ്മൾ വകവയ്ക്കാതെ നമ്മൾ ആ വീട്ടിനകത്തേക്ക് കയറും. എങ്കിലും ആ നായ്ക്ക് വാശിയുണ്ട്, അവൻ്റെ കാര്യം സാധിക്കാഞ്ഞതിലുള്ള വാശി. അതൊരു വൈരാഗ്യമല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ വാശിയുള്ളത് നല്ലതാണ്. നമ്മുടെ ലക്ഷ്യം പ്രാപിക്കുന്നതിന്, നമുക്ക് ഏത് ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യം നേടുന്നതിന് നമുക്ക് വാശി ഉണ്ടാവുന്നത് നല്ലതാണ്, നല്ല ഒരു സ്വഭാവമാണ്. ഇപ്പം മനസ്സിലായോ ഷിനോയി വാശി എന്താണെന്നുള്ളത്? ഷിനോയിക്ക് വാശി ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഒരു ചില കാര്യങ്ങളിൽ നമ്മൾ വാശി കാണിക്കണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒരു പരിചയക്കാരും ഇല്ലാതാണ് ബഹ്റിനിലെത്തിയത്. ഞാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വാശിയായിരുന്നു. അത് ഒരു 6 മാസത്തിനകത്ത് ഇവിടെ 10 വർഷം താമസിച്ച വ്യക്തിയുടെ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു. വെരി ഗുഡ്, നല്ലത് തന്നെ. അതാണ് വാശി എന്ന് പറയുന്നത്. വാശി പിടിക്കണം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു പോകരുത്. വാശി എപ്പോഴും നല്ലതാണ്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 ഒരേ തലത്തിലുള്ള ജോലിക്കാർ ഒക്കെ ഷൈൻ ചെയ്യുന്നതിന് വേണ്ടി വാശി പിടിക്കുന്നത് നല്ലതാണ്. വാസ്തവത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനും ചെയ്തിരുന്നതാ. എന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവനെ അടുത്ത പരീക്ഷയ്ക്ക് എന്നെ താഴെ ആക്കണമെന്നുള്ളൊരു വാശി. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ മാനേജറുടെ അപ്രിസിയേഷൻ്റെ അടുത്തിരിക്കുന്നവന് കിട്ടുന്നു, നമുക്ക് കിട്ടുന്നില്ല. അടുത്ത പ്രാവശ്യം മാനേജർ എനിക്ക് അപ്രിസിയേഷൻ തരണം, അതിന് ഞാൻ കഠിനാധ്വാനം ചെയ്യും എന്നുള്ള ഒരു വാശി, അതെപ്പോഴും നല്ലതാണ്. ആ വാശി വേണം. എന്നാൽ വൈരാഗ്യം എന്ന് പറയുന്നത് വേറൊന്നാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തിന് മുറിവുകളേൽപ്പിക്കും. അത് നമ്മുടെ മനസ്സമാധാനം കെടുത്തും. എനിക്ക് ബഹ്റിനിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രം അറിയാം. ഞാൻ അതിൻ്റെ കൗൺസിലിംഗ് ഏജൻ്റായിരുന്നു. ആ സംഭവത്തിൻ്റെ കൗൺസിലറായി ഞാൻ അതിനകത്തിൽ ഇടപെട്ട ആളാണ്. 2 പേര് സുഹൃത്തുക്കളായിരുന്നു. അവർ ബിസിനസ് നടത്തി. ഒരാൾക്ക് ജോലിയുണ്ട്, മറ്റേ ആൾക്ക് ജോലിയില്ല. ജോലിയില്ലാത്ത ആളിനെ ബിസിനസ്സിൻ്റെ പൂർണ്ണ ചുമതല അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ ഏൽപ്പിച്ചു. ഇങ്ങനെ 1, 2, 3 വർഷം അവർ 2 പേരും ഈക്വലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോയപ്പോൾ ഈ ബിസിനസ് കടത്തിലായി. അപ്പോൾ ജോലിയുള്ള ആൾ വന്ന കണക്കൊക്കെ നോക്കിയപ്പോൾ ആവശ്യമില്ലാത്ത കുറേ തിരിമറികളൊക്കെ അവിടുത്തെ കണക്കിലുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് ഇവർ തമ്മിൽ തെറ്റിയിട്ട് ഈ ജോലി ഇല്ലാത്ത ആൾ മാത്രം അത് നടത്തേണ്ടി വന്നു. അയാൾ ആ ബിസിനസ് പൂട്ടേണ്ടിയും വന്നു. ഇവർ തമ്മിൽ നാട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ കണ്ടുമുട്ടി, സംസാരമായി. ഇവിടെ വലിയ സംസാരവും ബഹളവും ഒക്കെ ആയാൽ പോലീസ് അറിഞ്ഞ് 2 പേരും കുറ്റക്കാരാകുമല്ലോ. നാട്ടിൽ ചെന്ന് പക പോക്കാനായിട്ട് 2 പേരും കൂടെ ശ്രമിച്ചു. അപ്പോഴേ ബിസിനസ് നടത്തിയിരുന്ന ആള് ദേഷ്യത്തിൽ
കത്തിയെടുത്ത് മറ്റേ ആളിനെ കുത്തി. ആൾ മരിച്ചുപോയി. അതായത് ജോലി ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയി. കൃത്യമായ തെളിവുകളുള്ളതിനാൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു, ജയിലിൽ അടച്ചു. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഓരോ മക്കളാണുള്ളത്. വാശിയും വൈരാഗ്യവും വെച്ച് പുലർത്തിയതിൻ്റെ ദോഷം കണ്ടോണം കത്തിയെടുത്ത് കുത്തേണ്ടതായിട്ട് വന്നു. മരിച്ച ആളിന് ഒരു മകളാണുള്ളത്, ജയിലിൽ പോയ ആളിന് ഒരു മകനാണ്. അവർ വളർന്നു വന്നു. വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ കിടന്ന് പശ്ചാത്തപിച്ചിട്ട് ഈ കൊന്നയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ അദ്ദേഹം താൻ കൊന്ന ആ ആളിൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ മനുഷ്യൻ്റെ ഭാര്യ ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു എന്ന്. ഈ മോൾ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവളൊരു അനാഥാലയത്തിൽ താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോളേജ് വിദ്യാഭ്യാസം വരെ ആയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കടുത്ത വേദനയുണ്ടായി. എൻ്റെ വാശിയും വൈരാഗ്യവും ഞാൻ വെച്ചു പുലർത്തി ഒരു കുടുംബം തന്നെ നാമാവശേഷമായി പോയല്ലോ, ആ കുഞ്ഞിൻ്റെ ഭാവി വരെ അടഞ്ഞുപോയല്ലോ എന്നുള്ള അതിതീവ്രമായ ദുഃഖം ആ മനസ്സിനെ ബാധിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന മകനെയും കൂട്ടിക്കൊണ്ട് നേരെ അനാഥാലയത്തിലേക്ക് ചെന്നു. കുറേ നേരം കാത്തിരുന്നപ്പോൾ ആ പെൺകുട്ടിയെ കാണാൻ സാധിച്ചു. അവളോട് കുശലപ്രശ്നമൊക്കെ നടത്തി. പക്ഷേ അവൾക്ക് ആ വൈരാഗ്യമൊന്നുമില്ല. അവൾ സ്നേഹത്തോടെ അങ്കിളെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഒരു വാശിയും വൈരാഗ്യവും ആ കുട്ടിക്കില്ലായിരുന്നു. ഇയാൾ ആ കുട്ടിയെ ആശ്ലേഷിച്ചിട്ട് കണ്ണുനീർ പൊഴിച്ചിട്ട്, മോളെ നീ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മരുമകളായി വരണം, എൻ്റെ ഈ മകൻ നിന്നെ വിവാഹം കഴിക്കും, മോൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. അവൾ മൗനം പാലിച്ചു. അവൾക്ക് വേണ്ടി തീരുമാനമെടുക്കുവാൻ ആരുമില്ല ഷിനോയി. അവളുടെ അമ്മ പോയി, ഒറ്റ മകളാണ്, അച്ഛനെ കൊന്ന ആളാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ അച്ഛൻ്റെ മകനെയാണ് വിവാഹം കഴിക്കണമെന്ന് ഈ കുട്ടിയോട് ആവശ്യപ്പെടുന്നത്. ഈ കൊന്നയാളിൻ്റെ മനസ്സിലുള്ള തീവ്രമായ ദുഃഖം അങ്ങനെ മാത്രമേ അടക്കാൻ ഒക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അവസാനം ആ വിവാഹം നടക്കുകയും ചെയ്തു. അതിന് സാക്ഷിയാകാനും എനിക്ക് സാധിച്ചു. ഇതൊരു ലൈവ് സ്റ്റോറിയാണ്, സജീവമായ ഒരു കഥയാണ്. ഈ കഥയുടെ ഉള്ളിൽ എന്താ ഉള്ളത്? നമ്മളൊക്കെ വാശി പിടിക്കുന്നത് നല്ലത് എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും അറിയാതെ. വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്നത് നല്ലതല്ല. വൈരാഗ്യം ആരോടെങ്കിലും ഉണ്ടായി എങ്കിൽ അന്ന് രാത്രിയിൽ കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പശ്ചാത്തപിച്ചിട്ട് ആ വൈരാഗ്യം കളഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നില്ലെങ്കിൽ ഉറങ്ങത്തില്ല നമ്മൾ. ഒരു ജീവിതം മുഴുവൻ വൈരാഗ്യം കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. വൈരാഗ്യം മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തും, ഭാവി കെട്ടടങ്ങും. നമുക്ക് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും സമാധാനത്തോടെ ജീവിക്കാൻ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് സാധിക്കുകയില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആരോടൊക്കെ നമ്മൾ വൈരാഗ്യം വെച്ച് പുലർത്തുന്നുണ്ട്? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ, സംഘടനകളിൽ ഒക്കെ വൈരാഗ്യം വെച്ച് പുലർത്തി ആ വൈരാഗ്യം എങ്ങനെയും മറ്റൊരാളിൻ്റെ പേരിൽ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും. ഈ വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ആരോഗ്യം നശിക്കുമെന്നേ ഉള്ളൂ എന്ന സത്യം ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരും മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓവർ ടു യു ഷിനോയ്. നന്ദി സാർ. വൈരാഗ്യം വെച്ച് പുലർത്തുന്നത്
നല്ലതല്ല എന്ന് ഒരു സജീവ കഥയിലൂടെ സാറ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതോടൊപ്പം തന്നെ വാശി നല്ലതാണ്, അത് ജീവിതത്തിൽ മുന്നേറാൻ നമ്മളെ സഹായിക്കും. പക്ഷേ വൈരാഗ്യം നമ്മുടെ ജീവിതത്തിനെയും മനസ്സിനെയും തളർത്തിക്കളയുകയും നമ്മുടെ കുടുംബങ്ങളെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നാണ് സാർ ഈ എപ്പിസോഡിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഷിനോയ് പുളിക്കൻ. മനസാ വാചാ കർമ്മണ. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.